പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അഭിലാഷിന്റെ വണ്ടി വിക്രമിനെ ഇടിച്ചിട്ടത് കൊണ്ട് തന്നെ വിക്രം തിരിച്ചങ്ങ് താഴേക്ക് വീഴുന്നുണ്ട്. വിക്രമിനൊട്ടും അനക്കമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദർശന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവൻ ഇവിടെ കയറുന്നങ്ങ് ചോര വാർന്നങ്ങ് ചത്തു പോവട്ടെ, നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് പോവാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ 3 പേരും അവിടെ നിന്നങ്ങ് പോവാണ്. പരിക്ക് പറ്റിയ വിക്രം ചോര വാർന്നുകൊണ്ട് തന്നെ ഒട്ടും ബോധമില്ലാതെ റോഡരികിൽ തന്നെ കിടക്കുമായിരിക്കും. എന്നാൽ അതുവഴി വരുന്ന ജീന ഏതായാലും വിക്രമിനെ കാണുന്നുണ്ട്. ജീന വന്ന് നോക്കുന്ന സമയത്തിന് വിക്രത്തിന് ഒട്ടും ബോധമില്ലാതെ അങ്ങനെ കിടക്കുമായിരിക്കും. എന്നിട്ട് പൾസൊക്കെ നോക്കിയതിനു ശേഷം നേരെ രാധയെ വിളിച്ച് പറയും, ഈ കാര്യം വിളിച്ച് പറയട്ടോ രാധയോട്. എന്നാൽ വിക്രമിന് പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ രാധക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ടെന്ന് മാത്രമല്ല രാധ പെട്ടെന്ന് തന്നെ വിക്രമിനെ നേരെ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജീനോടായിട്ട് പറയുന്നുണ്ട്, നീ ഏതായാലും ഈ കാര്യം മറ്റാരോടും പറയാൻ നിൽക്കണ്ട, എൻ്റെ വിക്രത്തിനെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും രാധ നേരെ വിക്രത്തിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് വിക്രമിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി ആരാന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രമിൻ്റെ കൂടെ വന്നതാണെന്ന് പറയും. എന്നിട്ട് വിക്രമിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നുണ്ട്, ഏതായാലും ഞങ്ങളൊന്ന് നോക്കട്ടെ, വിക്രമിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ ഏതായാലും വിക്രത്തിനെ നോക്കിക്കൊണ്ട് തന്നെ പറയുന്നത്, ഇയാളുടെ പൾസൊക്കെ വളരെ വീക്കാണല്ലോ, ഇയാൾക്ക് ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്ന സമയത്തിന് റോഡരികിൽ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടു എന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. പൾസൊക്കെ ഇത്തിരി വീക്കാണ്, അതുകൊണ്ട് തന്നെ ഇയാളുടെ കാര്യം ഇനി എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇയാളുടെ വീട്ടുകാരൊക്കെ വിവരം അറിയിച്ചോളൂ, അറിയിക്കേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് ഡോക്ടർ. എന്നാൽ വിക്രമിൻ്റെ അവസ്ഥ കേട്ടുകൊണ്ട് തന്നെ രാധക്ക് ഭയങ്കര സങ്കടമായിട്ട് അതങ്ങനെ പൊട്ടി കരയായിരിക്കട്ടോ. ആ സമയത്തായിരിക്കും ജീന വിളിക്കുന്നത്. എന്നിട്ട് വിക്രമിൻ്റെ കാര്യം അന്വേഷിക്കുന്ന സമയത്തിന് രാധ പറയും, വിക്രമിൻ്റെ അവസ്ഥ ഇപ്പോൾ കുറച്ച് ക്രിറ്റിക്കലാണ്, വീട്ടുകാരോട് വിവരം അറിയിക്കാനാണ് പറഞ്ഞത്, വിക്രമിൻ്റെ അവസ്ഥ ഇനി എന്തായെന്നൊന്നും അറിയില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയും. അന്നേരം ജീന ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ ഈ കാര്യം വിക്രമിൻ്റെ വീട്ടുകാരെ അറിയിക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് രാധ പറയുന്നതിന്, വേണ്ട, ഇതൊന്നും അവരെ അറിയിക്കണ്ട, ഡോക്ടർ ഇനി എന്താ പറയുന്നത് നോക്കട്ടെ, അതിനുശേഷം ഞാൻ നിന്നോട് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ വിക്രമിൻ്റെ ഈ ഒരു അവസ്ഥയിൽ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ രാധ പൊട്ടിക്കറിഞ്ഞ് ഐസിൻ്റെ പുറകെ തന്നെ ഇരിക്കുന്നുണ്ടാവും. രാധ അവിടെ ഇരുന്ന് കരയുന്ന സമയത്ത് പോലും വിക്രമിനെ പറ്റിയിട്ടുള്ള ചിന്തയായിരിക്കട്ടോ. വിക്രം ഏതൊരു കഴുത്തിൽ താലി കെട്ടി ആ കാര്യത്തെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കാണ്. എന്നിട്ട് രാധ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതിന്, ഇല്ല, ഈ കല്യാണം ഒരിക്കലും ഇനി നടക്കാൻ പാടില്ല, വിക്രത്തിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, എൻ്റെതാണ് വിക്രം. ഇതേ സമയത്തൊക്കെ വിക്രമിനെ വീട്ടിലേക്ക് തിരികെ കാണാത്തത് കൊണ്ട് തന്നെ വേദ ആകെ വിഷമത്തോടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാന്തയിൽ വന്ന് നോക്കുന്നുണ്ട്. ആ സമയത്തൊന്നും വിക്രത്തിനെ കാണുന്നില്ല കേട്ടോ. കുറേ അധികം രാത്രിയായിട്ടും എന്തുകൊണ്ടായിരിക്കും വിക്രം വരാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ ആകെ വിഷമത്തിലാണ്. വിക്രമിനെ കാണാത്തത് കൊണ്ട് തന്നെ വേദക്ക് ആകെ സങ്കടമായിരിക്കും. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര, എൻ്റെ വിക്രമിനെ യാതൊരുവിധ ആപത്തിലും നീ കൊണ്ടു ചെലുത്തരുതേ, വിക്രമിനെ നീ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ ഇങ്ങനെ കാത്തിരിക്കായിരിക്കും വേദ. അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകുന്ന സമയത്തിന് വിക്രമിന് എന്തോ അപകടം പറ്റിയതായിട്ട് വേദ സ്വപ്നം കാണുന്നുണ്ട്. മാത്രമല്ല പെട്ടെന്ന് പേടിച്ചങ്ങ് ഞെട്ടി ഉണരും. എന്നിട്ട് ചിന്തിക്കുന്നത്, ഈശ്വര, ഇനി ചിലപ്പോൾ വിക്രത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ. ആകെ ടെൻഷനോട് കൂടി തന്നെ വേദ പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും വിക്രം ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഇതേ സമയത്തിന് വിക്രമിനെ ഡോക്ടർ വീണ്ടും വന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്തിന് പറഞ്ഞിട്ട്, ആഹാ, ഇത് അത്ഭുതമായിരിക്കുന്നു, ഇയാളുടെ ബിപിയും ഇയാളുടെ പൾസൊക്കെ എല്ലാം നോർമലായല്ലോ, ഇയാളുടെ കൂടെ വന്നിരിക്കുന്ന ആ ഒരു സ്ത്രീയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കൂ എന്ന് പറയും. അങ്ങനെ വേദ ഏതായാലും ഡോക്ടറെ അടുത്തേക്ക് വരാട്ടോ. വിക്രവും അവിടെ ഉണ്ടാവും. എന്നിട്ട് വിക്രത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കട്ടെ രാധ. ആ സമയത്തിന് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ഇയാളെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയത്തിന് ഇയാൾ ജീവനോടെ വരുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു, പക്ഷേ ഇയാൾക്ക് ഇപ്പോൾ ഏതായാലും ഒരു കുഴപ്പമില്ല, ഇയാളെല്ലാം നോർമലായിരിക്കുന്നു, ഇനി ഏതായാലും ഒരു ദിവസം കഴിഞ്ഞാൽ ഇയാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നൊക്കെ പറയട്ടെ രാധയോട്. ഇത് കേൾക്കുമ്പോൾ രാധക്ക് ഒത്തിരി സന്തോഷമാവും. രാധ ഭയങ്കര സന്തോഷത്തോടു കൂടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്തന്നെ ആകെ ടെൻഷനോട് കൂടെ വേദ ഇങ്ങനെ നിർത്താതെ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് കാണുന്ന സമയത്തിന് രാധ ദേഷ്യം വന്നിട്ട് ആ ഫോണങ്ങ് കട്ട് ചെയ്യും. വേദ പയ്യെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. വിക്രമാണെങ്കിൽ ഒട്ടും ബോധമില്ലാതെ അങ്ങനെ കിടന്നുറങ്ങായിരിക്കും. ആ സമയത്തിന് രാധ ഇങ്ങനെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ പറയുന്നുണ്ട്, വിക്രം, നീ എൻ്റെയാണ്, എൻ്റേത് മാത്രം, നിന്നെ ഒരിക്കലും എന്നിൽ നിന്നും പിരിക്കാൻ ആർക്കും കൊണ്ടും കഴിയില്ല, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഈ അവസ്ഥയിൽ പോലും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നീയും വേദയുമായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കില്ല, അത് നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, എൻ്റെ പ്രാർത്ഥന ഏതായാലും ദൈവം കേട്ടു, അതുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാധ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എന്നാൽ ഇതേ സമയത്തൊക്കെ ആകെ ടെൻഷനോട് കൂടെ വേദ ഏതായാലും വിക്രമിൻ്റെ ഫോണിലേക്ക് നിർത്താതെ അങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്തൊക്കെ ദേഷ്യം വന്നിട്ട് രാധ ഫോണ് കട്ട് ചെയ്യാട്ടോ. എന്നിട്ട് രാധ ഏതായാലും നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് തന്നെ നേരെ തിരിച്ച് വേദയുടെ ഫോണിലേക്ക് വിക്രത്തിൻ്റെ ഫോണിൽ നിന്നും വിളിക്കും. ആ സമയത്തിന് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്തന്നെ വേദ ചോദിക്കുന്നുണ്ട്, ഹലോ വിക്രം, നിങ്ങളിത് എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ എത്ര നേരമായിട്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു, നിങ്ങൾ എന്തായി വരാത്തത് എന്നിങ്ങനെ ചോദിക്കാട്ടോ വേദ. ആ സമയത്തിന് രാധയായിരിക്കും മറുപടി പറയുന്നത്, അതെ, ഇത് വിക്രമല്ല, ഇത് രാധയാണ്, വിക്രം ഇനി ഒരിക്കലും നിൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല, നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഏതായാലും എൻ്റെ വിക്രമിന് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ഇനി ഒരിക്കലും വിക്രമിനെ അന്വേഷിക്കും വേണ്ട, വിക്രമിൻ്റെ ഫോണിലേക്ക് നീ ഇനി ഒരിക്കലും വിളിക്കരുത്. രാധയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ ആകെ അങ്ങനെ ഷോക്കായി നിൽക്കായിരിക്കട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി വിക്രം എവിടെയാണെന്ന് പറയടി എന്ന് പറയും രാധയോട്. എടി സത്യം പറയടി, നീ എൻ്റെ വിക്രമിനെ അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രാധ പറഞ്ഞിട്ട്, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചോ,
ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ വിക്രം നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് വിചാരിച്ചല്ലേ നീ ഇങ്ങനെ കാത്തിരിക്കുന്നത്? എടി നീ നോക്കിക്കോ, വിക്രം ഏതായാലും നിന്റെ അടുത്ത് എത്താതെ ഞാൻ നോക്കിക്കോളാം. എടി ഇനി മുതൽ വിക്രം എൻ്റേതാണ്, എൻ്റേത് മാത്രം, നീ ഫോണ് വെക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ ദേഷ്യപ്പെട്ട് രാധങ്ങ് ഫോണ് കട്ട് ചെയ്യാണ്. വേദക്ക് ആകെ വിഷമാവുന്നുണ്ട്. എന്നിട്ട് ഫോണ് കട്ടാക്കിയതിന് ശേഷം വേദ വീണ്ടും വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്തിന് ദേഷ്യം വന്ന് രാധ ഏതായാലും വിക്രത്തിന്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും. എന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെ രാധ ഏതായാലും തനിക്ക് സ്വന്തമായിട്ട് വിക്രമിനെ കിട്ടിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിൽ രാധ ഏതായാലും വിക്രമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വിക്രമിനോട് ഇങ്ങനെ ചേർന്നിരിക്കും. എന്നിട്ട് അന്നത്തെ ആ ഒരു രാത്രി മുഴുവൻ രാധ ഏതായാലും വിക്രമിനെ തലോടിക്കൊണ്ട് തന്നെ വിക്രമിനെ കൂട്ടിരുന്നിട്ട് അവിടെ തന്നെ അങ്ങ് ഉറങ്ങിപ്പോവാണ്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കമലമ്മയുടെ വീട്ടിലേക്ക് അച്ചമ്മ കയറി വരുന്നുണ്ട് കേട്ടോ. അച്ചമ്മ വരുന്നുണ്ട് എന്ന കാര്യമൊന്നും കമലമ്മ വേദയോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഏതായാലും അച്ചമ്മയെ കാണുന്ന സമയത്തിന് ഭയങ്കര സന്തോഷത്തിൽ കമലമ്മയും വേദയും വന്നിട്ട് അച്ചമ്മയെ അകത്തേക്ക് സ്വീകരിക്കും. അച്ചമ്മ വന്നിട്ട് ചുറ്റും നോക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല ഈ വീട് എന്തൊക്കെയാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു മംഗളകാര്യം നടക്കുന്ന സമയത്തിന് വീട്ടിലുള്ളവരുടെ മനസ്സ് സന്തോഷിക്കണം. ആ സന്തോഷം ഈ വീട്ടിലും കാണാം, നിങ്ങളുടെ മുഖത്തും കാണും. ഇതാണെങ്കിൽ ഇങ്ങനെയാണോ? നിങ്ങളുടെ മുഖത്ത് ആരുടെ മുഖത്തും ഒരു സന്തോഷവും കാണുന്നില്ല, ഈ വീട്ടിലും അത് കാണുന്നില്ല. ആരുടെ മുഖത്തും ഒരു തെളിച്ചവും കാണുന്നില്ലല്ലോ. എന്താ മോളെ, എന്താ വേദമോളെ സംഭവിച്ചത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാൻ അച്ചമ്മ. അന്നേരം ഒന്നുമില്ല അച്ചമ്മ എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തായിരിക്കും നന്ദിനി വിനായകനൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്തും അച്ചമ്മ അന്വേഷിക്കുന്നത് വിക്രത്തിനെ ആയിരിക്കും. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞിട്ട് അതിന് വിക്രം ഇവിടെ ഇല്ലല്ലോ, ഇന്നലെ ഇവിടെ നിന്നങ്ങ് പോയതാണ്, ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അവൻ ഏതായാലും ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നങ്ങ് നാട് വിട്ടതാ. എന്തായാലും ഇനി കണ്ടറിയാം, നാളെയല്ലേ അവൻ്റെ കല്യാണം, ഇനി അത് നടക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരിക്കട്ടെ നന്ദിനി. നന്ദിനിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്കങ്ങ് ദേഷ്യം വന്നിട്ട് നന്ദിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അച്ചമ്മയോട് പറഞ്ഞിട്ട് നന്ദിനിയെടുത്ത് അങ്ങനെയൊക്കെ പറയും. വിക്രം ഏതായാലും ഇന്നിങ്ങോട്ടേക്ക് വരും അച്ചമ്മയെന്ന് പറയും. ആ സമയത്തിന് കമലമ്മ അച്ചമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയും. ആ സമയത്തിന് ചോദിക്കുന്നുണ്ട്, എന്താ കമലം വിക്രം ഇങ്ങനെ ആയിപ്പോയത്? അവനൊന്ന് വിളിക്ക്, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ ഏതായാലും അവനെ ഇങ്ങോട്ടേക്ക് വരുത്തിപ്പിക്കും, എന്നോട് അവൻ്റെ കളി. കമലമ്മ പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മേ, ഫോൺ സ്വിച്ച് ഓഫ് ആയെന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട് ഇന്ന് അവൻ വരില്ലായിരിക്കും, ഇനിയൊരു പക്ഷേ നാളെ കല്യാണത്തിനെങ്കിലും വരുമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചോദിക്കാട്ടോ. അന്നേരം വേദ പറഞ്ഞിട്ട് നന്ദിനിയായിട്ട് നോക്കിക്കോ, വിക്രം ഇന്ന് വന്നിരിക്കുമെന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട് വരും വന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് വേദ ഇങ്ങനെ കളിയാക്കട്ടെ നന്ദിനി. ആ സമയത്തിന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനി നീ പറഞ്ഞു വരുന്നത്? വിക്രം ഇന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം നന്ദിനി പറഞ്ഞിട്ട്, അയ്യോ അച്ചമ്മേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. വിക്രമിന് ഏതായാലും ഈ കല്യാണത്തിനൊന്നും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് കല്യാണം ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മുങ്ങുന്നതാവും നല്ലത് എന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, അമ്മ അകത്തേക്ക് വാ, നന്ദിനി അങ്ങനെ പലതും പറയും, അമ്മ അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ അച്ചമ്മയെ കൂട്ടിക്കൊണ്ടതിന് കമലമ്മയും വേദയും അകത്തേക്ക് പോകുന്ന സമയത്തിന് നന്ദിനി പുറകിൽ നിന്നിങ്ങനെ പറയുന്നുണ്ട്, പാവം അച്ചമ്മ, വിക്രമിൻ്റെ വേദനയും കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നതാ. എന്നാൽ ഇതെല്ലാം തന്നെ അച്ചമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. അച്ചമ്മ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എടാ വിനായക, നന്ദിനി നിനക്കൊന്നും ശരിക്കും എന്നെ അറിയില്ല. എടാ വിനായക, എവിടുന്ന് കിട്ടി നിനക്ക് ഈ പെണ്ണിനെ? ഇവളുടെ മനസ്സിലാണെങ്കിൽ ആകെ അസൂയും കുശുമ്പും മാത്രം നിറഞ്ഞിരിക്കുക. എടാ വിനായക, നിനക്ക് ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കട്ടെ അച്ചമ്മ. ഇനിയെങ്കിലും വിക്രത്തിൻ്റെ വേദനയും കല്യാണം നടക്കില്ല എന്നിങ്ങനെ നീ വിളിച്ച് പറയല്ലേ. അത് കേട്ടാ എനിക്ക് തലോടാൻ മാത്രമല്ല തല്ലാനും എൻ്റെ കൈ കൊണ്ടറിയാം. നിന്റെ കൈക്കൊണ്ട് ഇവളെ തലോടാനല്ല, നിനക്ക് എന്താ തല്ലാൻ അറിയില്ലേ? അതെങ്ങനെയാ? എപ്പോഴും 24 മണിക്കൂറും ഇവളുടെ പുറകെ നടക്കലല്ലേ നിന്റെ ജോലി? നന്ദിനി എന്നും പറഞ്ഞിട്ട് അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് അത് ഇഷ്ടപ്പെടാതെ അച്ചമ്മയെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുന്ന സമയത്തിന് വിനായകൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമായിരിക്കും. അന്നേരം അച്ചമ്മ പറയുന്നുണ്ട്, എടി നന്ദിനി, നീ എന്നെ മനസ്സുകൊണ്ട് പ്രാഗാണെന്നൊക്കെ എനിക്കറിയാം. നിന്റെ മനസ്സിൽ വേദമോളോട് ഒരുപാടധികം അസൂയ ഉണ്ട് എന്നും എനിക്കറിയാം. നീ തൽക്കാലം ആ ശ്രീജയെ കണ്ടുപഠിക്ക്, അവളുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വിഷനാണെങ്കിൽ തല തിരിഞ്ഞും പോയി. അതുകൊണ്ട് നന്ദിനി, ഇത് നിനക്കുള്ള അവസാന താക്കീതാണ്. ഇനി ഏതായാലും നീ വിക്രത്തിൻ്റെയും വേദയുടെയും കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്. വേദമോളെ പറ്റിച്ച് നീ ഇനി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഈ ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അച്ചമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് നന്ദിനിക്ക് അതിലേറെ ദേഷ്യം വരട്ടോ. എന്നിട്ട് ആ ഒരു ദേഷ്യമുഖം നേരെ വിനായകന്റെ നേർക്കങ്ങ് തിരിക്കുന്ന സമയത്തിന് വിനായകൻ ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ നിന്നങ്ങ് കയറി പോകും. ഏതാണെങ്കിലും വിക്രത്തിന് എന്താണ് സംഭവിച്ചത് എന്നും ആര് കാരണമാണ് വിക്രം ഇങ്ങനെ കിടപ്പിലായത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ വേദ തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് രാധയിൽ നിന്ന് വിക്രമിനെ അടർത്തി മാറ്റിക്കൊണ്ടതിന് വേദ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം വേദയുടെയും വിക്രത്തിൻ്റെയും ആ ഒരു താലിക്കെട്ട് ഫംഗ്ഷനൊക്കെ നടത്തുന്നതിൻ്റെയൊക്കെ അടിപൊളി എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.